എനിക്ക് ക്ലാസ്സിൽ കയറേണ്ട സമയമാണ് കേട്ടോ. അപ്പോൾ മോള് വഴക്കുണ്ടാക്കാതിരിക്കാനായിട്ട് ഞാൻ ഇതേപോലെ 2 പേപ്പറിലേ ഒരു ഇതിനകത്ത് സ്ക്വയറും പിന്നെ ഒരു പേപ്പറിൽ ഒരു സർക്കിളിൻ്റെയും ഇത് ബേസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. 2 കളർ പെൻസിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തേ അടിക്കാതെ അടിക്കാൻ പറഞ്ഞു കേട്ടോ, സ്ക്വയറിനുള്ളിൽ തന്നെ. അപ്പം അങ്ങനെ അവൾ ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ടേ. അപ്പോൾ എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അവളൊന്ന് എൻഗേജ് ആയിട്ടിരുന്നോട്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നിയതേ. കളർ പെൻസിലൊക്കെ ആയതുകൊണ്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തോളുവേ. ഞാൻ വരച്ചു കൊടുത്തതേ ഇത്തിരി വലിയ സർക്കിളും സ്ക്വയറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആളത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചറപറാന്നടിച്ച് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. അപ്പം അന്നേരത്തേക്ക് എൻ്റെ നോട്ട് വായന കഴിയാത്തതുകൊണ്ട് ഞാൻ വേറൊരു പേപ്പർ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സർക്കിളും സ്ക്വയറും വരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെർഫെക്റ്റ് ഒന്നും ആവത്തില്ല, എന്നാലും കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് സമയം കൂടി ഇരിക്കുമല്ലോ, അതാണ് ഐഡിയ കേട്ടോ. എത്രത്തോളം വർക്കിംഗ് ആവുമെന്നറിയില്ല, എന്തായാലും ട്രൈ ചെയ്യാം. അപ്പം ഇടയുള്ള പോലൊക്കെ ഞാൻ ചെറിയ ചെറിയ സർക്കിളൊക്കെ വരച്ചിടുന്നുണ്ട്, നോക്കാം. അപ്പോൾ ഇത് ലോട്ടറിയുടെ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ചേച്ചി PSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആൻറ്റിയുടെ മോന് കൊണ്ടു കൊടുത്താണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതിപ്പോൾ എനിക്ക് എന്തായാലും യൂസ്ഫുള്ളായിട്ടുണ്ട്. കുറച്ച് പേപ്പർ ഇരുന്നാണ് കേട്ടോ ബാക്കി, അവൾ കുറേയൊക്കെ എഴുതി പഠിച്ചാണ് അതിൻ്റെ ബാക്കി ഇരുന്ന. അപ്പം ഞാൻ ഒരു ഷീറ്റിൽ സർക്കിൾ വരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ സ്ക്വയർ വരയ്ക്കാൻ പോകട്ടോ. കുറച്ച് മെനക്കേടാണ്, എന്നാലും സാരമില്ല, കുറച്ച് സമയം എനിക്ക് ഫ്രീ ആയിട്ട് വായിക്കാമല്ലോ, അവൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അല്ലെ പിന്നെ എന്തെങ്കിലുമൊക്കെ പരാതിയായിരിക്കുമേ, ഫോണ് കിട്ടിയില്ല, നോക്കിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമേ, അവൾ സങ്കടമായിരിക്കും. പിന്നെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ചിരിച്ചൊക്കെ നടക്കും കേട്ടോ. ഇതാകുമ്പോൾ കുറച്ച് സമയം അടങ്ങിയിരുന്നോളുവേ. അതുകൊണ്ടാണ് ഈ വിദ്യ പ്രയോഗിക്കുന്നത്. എത്രത്തോളം വർക്കിംഗ് ആവും എന്നറിയില്ല. അപ്പോൾ എന്തായാലും വരച്ചത് നല്ല ആഞ്ഞ് അടിച്ച് കളർ അടിക്കുന്നുണ്ട് കേട്ടോ. പഴയൊരു കട്ടിലേലെത്തിക്കുന്നത്, അഥവാ കഴിഞ്ഞ അയ്യടാ, ഇതിൻ്റെ പുറത്ത് കളയാത്ത, ഇതിൻ്റെ അകത്തടിക്കും. കൈക്ക് വേദന എടുക്കുന്നുണ്ടോ? പതിയെ അടിച്ചാൽ മതി. ഓ മടുത്താ, എന്നാൽ നിർത്തിയേക്കാം. അടിക്കണോ ഇനി? കളർ അടിക്കണോ? എന്നാൽ പതിയെ അടിച്ചാൽ മതിയേ. കൈയൊക്കെ കുടയുന്നുണ്ട് കേട്ടോ, എന്നാലും മതിയാക്കിയിട്ടില്ല. നിർത്തണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ സ്ക്വയർ വരച്ച് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൊടുത്ത് നോക്കാം, ഇരിക്കുവാണെങ്കിൽ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന വരയ്ക്കട്ടെ, അത് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ, കുറച്ച് സമയം വായിക്കട്ടെ. ഓൾറെഡി കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാമെന്നോർത്തല്ലാതെ ഇനിയിപ്പോൾ പഠിക്കാനായിട്ട് പുതിയത് പഠിക്കാനുള്ള ടൈമൊന്നും ഇല്ല. അപ്പോൾ പഴയതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഓക്കെ. സൂപ്പർ. ഇനിയുണ്ടോ? തരാമല്ലോ. അപ്പം നേരത്തെ നോക്കി വെച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തേ. അതിനിടയ്ക്ക് എല്ലാം കറണ്ട് വന്നും പോയി നിന്നുകൊണ്ട് മോൾക്കാണേലും ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പിന്നെയും മടിയായി. പിന്നെ എന്തായാലും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.